ഹലോ. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്, അപ്പോൾ എഴുന്നേറ്റ് വരാൻ നല്ല മടിയുണ്ട്. പക്ഷെ എന്നാലും എഴുന്നേക്കാതെ പറ്റില്ലല്ലോ, പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ 5 മണി ആയിട്ടുള്ളൂ. എന്നാലും ഞാൻ വന്ന വഴി തന്നെ കിച്ചണിലെ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കി വെച്ച് ജനല കുറച്ച് തുറന്നിട്ടുള്ളൂ, ഫുള്ള് തുറന്നിടാൻ എനിക്കൊരു പേടി. പിന്നെ ഞാൻ നേരെ വന്നിട്ട് ഞാൻ നോക്കിയത് നമ്മുടെ മാവാട്ടി വെച്ചത് പൊന്തിയിട്ടുണ്ടോ എന്നാണ്. തണുപ്പ് കാരണം ഇതിന് പൊന്താനായിട്ടേ കുറച്ച് മടി പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. ഇനി പൊന്തോന്നും നോക്കാമല്ലോ ഇത്. പക്ഷെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ, സക്സസ് ആയിട്ടുണ്ട് അത്. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചാൽ അത് അവിടെ അങ്ങനെ തന്നെ അടച്ചു വെച്ചു കൂട്ടാം. പിന്നെ ഇനിയിപ്പോൾ അരി കഴുകിയിടണം. ഞാനിപ്പോൾ കുക്കറിലാണ് അരി വയ്ക്കാറ്, കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ് മതിയല്ലോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും കുറച്ച് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നാഴി അരി എടുത്ത് കുക്കറിൽ ഞാൻ വേഗം കഴുകിയിടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു കറക്റ്റ് 6 വിസിലടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേവിന് ചോറ് വരും. ഞാൻ ഡെയിലി വെച്ച് അപ്പോൾ എനിക്കത് ശീലമായപ്പോൾ പിന്നെ അത് 10 മിനിറ്റിനുള്ളിൽ അതങ്ങനെ ആയിക്കോളും. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തിറക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തുവിടാമെന്ന് വെച്ചത് ഇന്നലെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ 2-3 കഷ്ണം വറുത്ത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. പിന്നെ കാടമുട്ട പുഴുങ്ങിയതും അച്ചാറും എന്തെങ്കിലും ഒരു ഉപ്പേരി ആക്കിയിട്ട് അങ്ങനെയും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇവിടെ തക്കാളി ചട്നി നിർബന്ധമാണല്ലോ. അപ്പോൾ ഈ തക്കാളി ചട്നിയുടെ റെസിപ്പി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് റെസിപ്പിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് സബോള, തക്കാളി, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക് 2 ഇതൊക്കെ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വാട്ടിയെടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞൊന്നും വാടണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടാട്ടെ കളറിന് വേണ്ടി. അങ്ങനെ ചൂടാറി കഴിയുമ്പോൾ അത് മിക്സിയിലിട്ട് നല്ലോണം അരച്ചിട്ട് കടുക് താളിക്കുക. അത്രേ ഉള്ളൂ പണി. അപ്പം ഞാൻ വേഗം അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അപ്പോഴേക്കും പിന്നെ സ്റ്റൗ കഴിഞ്ഞപ്പോൾ വേഗം ചായക്കുള്ള പാലെടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴാണ് മാങ്ങ ചെത്തി വെക്കാമെന്ന് വെച്ചത്. അപ്പോൾ സ്നാക്സായിട്ട് ഇന്ന് മാംഗോ കട്ട് ചെയ്ത് കൊടുത്തുവിടാമെന്ന് വിചാരിക്കണേ. അപ്പം മാങ്ങ ആ സമയം കൊണ്ട് വേഗം അരിഞ്ഞ് അവരുടെ സ്നാക്സ് ബോക്സിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പണി വേഗം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതേ അവിടെ നിന്ന് ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി അതൊന്നുകൂടി ഒന്ന് കഴുകി തുടച്ചെടുക്കണം. ആ നേരം കൊണ്ട് വാട്ടർ ബോട്ടിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചു. അത് ഞാൻ നേരത്തെ നിറച്ച് വെക്കും. പുറത്ത് വെട്ടം വെച്ച് വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് പതുക്കെ വെട്ടം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബർണർ ഒഴിവായി കഴിഞ്ഞപ്പോൾ ചിക്കൻ വേഗം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ ഓരോ പണികൾ വേഗം കഴിച്ചു വയ്ക്കുകയാണെങ്കിൽ പിന്നെ കിച്ചണിലെ കാര്യങ്ങൾ കഴിഞ്ഞ് വെച്ചിട്ട് വേണം എനിക്ക് അവരെ പോയി ഉണർത്താൻ. പിന്നെ അവരെ ഉണർത്തി അവരുടെ കാര്യങ്ങളുടെ പിന്നാലെ പോയി പിന്നെ അടുക്കളയിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ അവരെ എഴുന്നേൽപ്പിക്കുന്നതിന് മുന്നേ പരമാവധി എല്ലാ കാര്യങ്ങളും തീർത്ത് വയ്ക്കണം. അപ്പോൾ അങ്ങനെ അത് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഡുണ്ടു പതിവില്ലാത്തോണം വിളിക്കണതിന് മുന്നേ അത് എഴുന്നേറ്റ് വന്നു. അതിൻ്റെ ഉറക്കക്ഷീണം മാറിയിട്ടില്ല, കാരണം 6:30 ആവണുള്ളൂ. ഇത്ര നേരത്തെ അതിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അതിനുണ്ടാവില്ല ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അത് ചായ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. മറ്റേയാൾ അവിടെ എഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ 2 പേർക്കുള്ള ചായ ഞാൻ കൊണ്ടുപോവാണ്. അപ്പോൾ മാവ് എടുക്കാനുള്ള സമയമായിട്ട് അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ നിന്ന് അത് എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷമായി, കാരണം ഇനി ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അരച്ചതെന്ന്. അതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് മാവ് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തുളുമ്പി പുറത്തേക്കൊന്നും പോയില്ലെങ്കിലും അത്യാവശ്യത്തിന് പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ മാവൊക്കെ അവിടെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവരെ പല്ലേപ്പിക്കൽ, കുളിപ്പിക്കൽ, ഡ്രസ്സ് മാറ്റിക്കൽ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ സമയം ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. വേഗം ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് അതൊക്കെ കെട്ടി വെക്കാനുണ്ട്. അത് പകർത്തണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2 പേരുടെയും ലഞ്ചും സ്നാക്സും എല്ലാവരും അവരുടെ ബാഗുകളിലാക്കി എടുത്ത് വെച്ചു കൂട്ടോ. അതിനിടയ്ക്ക് ചെപ്പ് മാറിപ്പോയി. അപ്പോൾ അത് വീണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. ഡുണ്ടുവിൻ്റെ വാട്ടർ ബോട്ടിൽ വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ഇവരെ കഴിപ്പിക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ചിട്ടാണ് ഇരുത്തിയേക്കണത്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വായ കഴുകി കുരിശ് വരച്ച് അങ്ങനെ പോയാൽ മതി. അപ്പോൾ രാവിലെ തീറ്റിക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും തീറ്റിക്കാതെ ഞാൻ വിടില്ല, വെറും വയറ്റിൽ ഞാൻ വിടാറില്ല കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് വായിൽ കുത്തിക്കയറ്റി ദോശയും ചമ്മന്തിയും കൊടുത്ത് വിടുന്നുണ്ട്. അങ്ങനെ അവർ സ്കൂളിൽ പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.